ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പേജ് നമ്പർ 8 ആണ് നോക്കണത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഇസ്രായേലിനെ കുറിച്ചായിരുന്നു അല്ലെ. ഇസ്രായേലിയർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹു രണ്ടാമതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അവർക്കൊരു താക്കീതായിരുന്നു. അപ്പൊ അള്ളാഹു ഇവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നബിമാരെ രാജാക്കന്മാരെയൊക്കെ ഈ ഒരു സമുദായത്തിൽ നിന്ന് അള്ളാഹു നൽകിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ഞങ്ങൾക്ക് പ്രവാചകത്വവും വേദഗ്രന്ഥമൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങളെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ അപ്പം ഞങ്ങൾ ഒരിക്കലും നരകത്തിലൊന്നും കിടക്കേണ്ട വരില്ല, ഇനി അഥവാ കിടന്നാൽ തന്നെ കുറച്ച് ദിവസം കിടന്നാൽ മതി, ഞങ്ങൾ സ്വർഗത്തിന്റെ കുത്തക അവകാശം ഞങ്ങൾക്കാണെന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരും മക്കളുമാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അള്ളാഹു അവർക്കൊരു താക്കീത് കൊടുക്കുകയാണ്. എന്താ, ഒരു മഹാദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോ. അന്ന് 4 കാര്യങ്ങൾ അതിൽ പറഞ്ഞു. നിങ്ങൾക്കാരും സഹായിക്കാൻ ആരും ഉണ്ടാവില്ല, ഒരാൾക്കും ഉപകാരം ചെയ്യാൻ പറ്റില്ല, ഒരു ശുപാർശ ഉണ്ടാവില്ല, ഒരു പ്രായശ്ചിത്വം അള്ളാഹു സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് നിർത്തിയത് അല്ലേ. ഇനി തുടർന്ന് ഇവരെ കുറിച്ച് തന്നെയാണ് അടുത്ത പേജിലും പറയണത്. അപ്പൊ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് നജ്ജൈനാകും من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. ഇവിടെ അള്ളാഹു പറയണത് ഫിർഔനിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തിയ ഒരു സന്ദർഭത്തിനെ കുറിച്ചിട്ടാണ് പറയണത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇവരെങ്ങനെ ഈജിപ്തിലോട്ട് എത്തി, ഫിറൗന്റെ അടുത്ത് എത്തി എന്നുള്ളതൊന്ന് നോക്കാം. യൂസഫ് നബി അലൈഹിസ്സലാമിന് അറിയാം അല്ലെ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് യൂസഫ് നബി അലൈഹിസ്സലാം. യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം കുറച്ചൊന്ന് അറിഞ്ഞാലാണ് ഇവരെങ്ങനെ ഈജിപ്തിലോട്ട് എത്തിയെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 12 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതില് ഏറ്റവും അവസാനത്തെ 2 മക്കളായിരുന്നു യൂസഫ് നബി അലൈഹിസ്സലാമും ബിന്യാമീനും. യൂസഫ് നബി അലൈഹിസ്സലാമിനോട് യാക്കൂബ് നബിക്ക് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ അത് ബാക്കിയുള്ള സഹോദരങ്ങൾക്ക് ചെറിയൊരു കുശുമ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവര് യൂസഫ് നബി അലൈഹിസ്സലാമിനെ കൊല്ലാനായിട്ട് ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടിടുകയാണ്. അത് നമുക്ക് സൂറത്ത് യൂസഫിൽ ആ ചരിത്രം പറയുന്നുണ്ട്, ആ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇപ്പോൾ പറയണമെന്നുള്ളൂ. എന്നിട്ട് യൂസഫ് നബി അലൈഹി സ്വലാം അവിടെ നിന്ന് ആ പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഈജിപ്തിലെത്താണ്. ഈജിപ്തിലെത്തിയതിന് ശേഷം അവസാനം കുറേ സംഭവങ്ങൾ ഉണ്ട് അതിൻ്റെ ഇടയിൽ. അവസാനം ഈജിപ്തിലെ ധനകാര്യ മന്ത്രിയാവാണ് യൂസഫ് നബി അലൈഹി സ്വലാം. അങ്ങനെ യൂസഫ് നബി അലൈഹി സ്വലാം പിതാവായ യാക്കൂബ് നബീനെയും സഹോദരങ്ങളെയും ഈജിപ്തിലോട്ട് കൊണ്ടുവരാണ്. അങ്ങനെയാണ് ഇവർ ഈജിപ്തിലെത്തണത്, ഈ ഇസ്രായേലിയര്. അവിടെ വന്നു കഴിഞ്ഞിട്ട് അപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ അവര് വളരെ നല്ല രീതിയിലായിരുന്നു, അവർക്ക് നല്ല സുഖമായ ജീവിതമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ മെയിൻ ആൾക്കാരായിരുന്നു കിബിത്തികൾ. ഈ ഈജിപ്തിലെ മെയിൻ ആൾക്കാരാണ് കിബിത്തികൾ. പിന്നെ അപ്പൊ ഇവർ ഇസ്രായേലിൽ ഇങ്ങനെ പെറ്റുപെരുകി കുറെ ആൾക്കാരായപ്പോ ഇവർക്ക് തോന്നി നമ്മളേലും വലിയ ആൾക്കാരാവോ ഇവരിവിടെയും തോന്നി. അപ്പൊ ഇവര് പരമാവധി ഇവരെ അടിച്ചമർത്തലും മർദ്ദനങ്ങളും ഒക്കെ കൊടുത്തു തുടങ്ങി ഇവർക്ക്, ഇസ്രായേലിയർക്ക്. ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റോമിലെ ഭരണാധികാരികളെ കൈസർ എന്ന് പറയും. അതുപോലെ പേർഷ്യയിലെ ഭരണാധികാരികൾ അറിയപ്പെടുന്നത് കിസ്ര അല്ലെങ്കിൽ കൊസ്രു എന്നൊക്കെയാണ്. യമനിലെ രാജാക്കന്മാർ അറിയപ്പെടുന്നത് തുബ്ബ എന്നാണ്. അതുപോലെ തന്നെ ഈജിപ്തിലെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നതാണ് ഫിർഔൻ അല്ലെങ്കിൽ ഫറോവ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ നമ്മൾ പറയണ ഫിർഔൻ എന്ന് പറയുന്നത് അവിടുത്തെ സ്ഥാനപ്പേരാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ അവിടുത്തെ ഫിറൗൻ, ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ഫിറൗൻ സ്വപ്നം കാണുകയാണ്. എന്താ, തൻ്റെ സിംഹാസനം നഷ്ടപ്പെടുന്നു, ഈ ഇസ്രായേലിയര് വന്ന് അതിനെ നശിപ്പിക്കണതായിട്ട്. അതായത് ആള് മരിക്കാൻ പോണു, ആളെ കൊല്ലാൻ പോണു എന്നൊരു സ്വപ്നം കണ്ടു. സ്വപ്ന വ്യാഖ്യാനമൊക്കെ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് കണ്ടത്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കിട്ടിയത് അങ്ങനെയാണ്.
അപ്പോൾ ഈ ഫിരൗനൊരു തീരുമാനം എടുത്തു, ഇനി ജനിക്കാൻ പോണ ഇസ്രായേലിലെ ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയുക. കാരണം ഇനി ആൺകുട്ടികൾ വന്നാലാണല്ലോ ഭരണം പിടിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊല്ലാനായിട്ട് ഉത്തരവിടുകയാണ്. ആൺകുട്ടികളെ കൊല്ലുക, പെൺകുട്ടികളെ വെറുതെ വിടുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ കൽപ്പന. ആ ഒരു സമയത്ത് ആണ് മൂസാ നബി അലൈഹിസ്സലാം അവിടെ ജനിക്കണേ. അത് സൂറത്തു ഖസസിൽ പറയുന്നുണ്ട് ആ കഥ, ആ സംഭവങ്ങളൊക്കെ. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിന് അള്ളാഹു ബോധനം നൽകാണ്, വഹി നൽകാണ് മോനെ പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കാനായിട്ട്. അതുപോലെ തന്നെ ഉമ്മ പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിൽ ഒഴുക്കി വിട്ടു. അങ്ങനെ ഇത് കൊട്ടാരത്തിന്റെ അടുത്ത് കൂടെ ഇത് ഒഴുകി പോകുമ്പോൾ അവിടുത്തെ അവർക്ക് അവിടെ കിട്ടുകയാണ്, കൊട്ടാരത്തിലേക്ക് കിട്ടുകയും രാജാവിന്റെ ഭാര്യ ഈ കുട്ടീനെ, അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല, അപ്പൊ ആ കുട്ടീനെ അവിടെ വളർത്താന്ന് പറയുകയും അങ്ങനെ ഫറവയുടെ കൊട്ടാരത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാം വളർന്നത്. എന്നിട്ട് വളർന്നു കഴിഞ്ഞ് കുറച്ച് ഒരു യുവാവായ സമയത്ത് കിബത്തികളിൽപ്പെട്ട ഒരാളെ അടിച്ചു. അങ്ങനെ ആള് കൊല്ലപ്പെടുകയാണ്. അപ്പൊ അത് അവിടെ നിന്ന് ബാക്കിയുള്ളവരെ കറഞ്ഞു പ്രശ്നമാവും ഓർത്തിട്ട് അവിടെ നിന്ന് നാട് വിട്ടു പോവുകയാണ് മൂസാ നബി അലൈഹിസ്സലാം. അങ്ങനെ നാട് വിട്ടു പോയി. പിന്നെ ഒരു 10 വർഷത്തിന് ശേഷം വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഈജിപ്തിലോട്ട് വരുമ്പോഴാണ് ഈ പ്രവാചകത്വം കിട്ടണത്. സീനാ പർവ്വതത്തിൽ ഒരു വെളിച്ചം കണ്ടു, രാത്രിയാണെങ്കിൽ തിരിച്ചു വരണേ. അപ്പൊ വെളിച്ചം കണ്ടപ്പോൾ ഭാര്യനോട് പറഞ്ഞു, ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ അവിടെ പോയി കുറച്ച് തീ കൊളുത്തിക്കൊണ്ട് വരാന്ന് പറഞ്ഞ് അങ്ങനെ ചെന്നപ്പോഴാണ് അള്ളാഹുവിന്റെ ശബ്ദം കേൾക്കുകയും അള്ളാഹുവിനായിട്ട് സംസാരിച്ച് പ്രവാചകത്വം ലഭിക്കണത് അപ്പോഴാണ്. അങ്ങനെയാണ് അവിടെ നിന്ന് ഫിരൗന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞ അള്ളാഹു വിടുകയാണ്. അപ്പൊ ആ സമയത്ത് തന്നെ ഹാറൂൻ നബി അലൈഹി സ്വലാമിനെയും കൂടെ സഹായിയായിട്ട് വിട്ടുതരണം എന്ന് അള്ളാഹുവിനോട് പറയാണ്. അങ്ങനെ രണ്ടുപേരും പ്രവാചകന്മാരെ ആക്കിയിട്ട് അള്ളാഹു ഫിരൗന്റെ അടുത്തേക്ക് വിടുകയാണ്. മൂസാ നബിക്ക് സംസാരത്തിന് ചെറിയൊരു വിക്കുള്ള ആളായിരുന്നു, അതുകൊണ്ടാണ് ഹാറൂൻ നബീനെയും കൂടി സഹായത്തിന് ചോദിച്ച് അങ്ങനെ അവര് തിരിച്ച് ഇവിടേക്ക് വരികയാണ്, ഈജിപ്തിലോട്ട് വരികയാണ്, ഫിരൗന്റെ അടുത്ത് വരികയാണ്. ആ സമയത്തും ഫിരൗന്റെ ഈ സ്വഭാവങ്ങളും ഈ മർദ്ദനങ്ങൾക്കും ഒന്നും ഒരു കുറവുമില്ല. ആ സമയത്തും ജനിക്കണ ആൺകുട്ടികളെയൊക്കെ കൊന്നുകൊണ്ടിരുന്നു. അപ്പൊ ആ ഒരു ടൈമിലെ കഥയാണ് ഈ പറയണത്. കഥയല്ല കേട്ടോ, സംഭവമാണ് ഈ പറയണത്. ഇതിനെ ജയിനാക്കും. അപ്പൊ അവിടെ നിന്ന് അള്ളാഹു ഇവരെ രക്ഷപ്പെടുത്തണം. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് മർദ്ദനങ്ങളേറ്റ് ഇരിക്കണ ഒരു സമുദായത്തിനെ അള്ളാഹു അവിടെ നിന്ന് രക്ഷപ്പെടുത്താണ്. അപ്പൊ ഇതിനെ ജയിനാക്കും, നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം, മിൻ ആലി ഫിർഔന്റെ ആളുകളിൽ നിന്നും, യസൂമൂനക്കും, അവർ നിങ്ങളെ അനുഭവിപ്പിച്ചുകൊണ്ടിരുന്നു സൂ അൽ അദാബ്, ഏറ്റവും മോശമായ കടുത്ത ശിക്ഷ, യുദബ്ബിഹൂന, അവരെന്താ ചെയ്യണ, അറുകൊല നടത്തിയിരുന്നു, അബ്നാഅക്കും, നിങ്ങളുടെ ആൺമക്കളെ, വയസ്തഹ്യൂന നിസാഅക്കും, സ്ത്രീകളെ, നിങ്ങളുടെ സ്ത്രീകളെ അവർ ജീവിക്കാൻ വിടുകയും ചെയ്തു. ഇവിടെ പറയണത് പെൺകുട്ടികളെ കൊന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ നിസാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സ്ത്രീകളെയാണ് പറയുന്നത്. പെൺകുട്ടികളെ ശരിക്കും ബിൻതുൻ എന്നൊക്കെയാണ് പറയുന്നത്, ബനാത്തുൻ എന്നൊക്കെയാണ് പറയേണ്ടത്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ അവര് വെറുതെ വിട്ടു, എന്നിട്ട് പിന്നെ അവരെ ഉപദ്രവിച്ചു എന്നാണ് പറയണത് കേട്ടോ. വഫീദാലിക്കും, അതിലുണ്ട് ബലാഉൻ, പരീക്ഷണം, മിർ റബ്ബിക്കും അലീം, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നും ഒരു വമ്പിച്ച പരീക്ഷണം ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു സംഭവത്തിലുണ്ട് എന്ന് അള്ളാഹു പറയാണ്. ഇതിൽ പരീക്ഷണമുണ്ട് എന്ന് പറഞ്ഞത് 2 തരത്തിലാണ് അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് കേട്ടോ. അതിലൊന്ന് പറയണത് ഫിരൗന്റെ കൂട്ടരിൽ നിന്ന് നിങ്ങൾക്ക് ശിക്ഷ അനുഭവിപ്പിക്കണത് എന്തിനാണ്, നിങ്ങളെ മക്കളെ കൊല്ലണതും ഒക്കെ നിങ്ങളുടെ ക്ഷമയും സഹനവും പരീക്ഷിക്കാനാണെന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ, ഈ ഫിരൗന്റെ ആളുകളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തിയ എന്തിനാണ്, നിങ്ങളുടെ നന്ദിയും കൂറും ഒക്കെ എന്തോരുണ്ട് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണെന്നാണ് ബലാഉം മിർ റബ്ബിക്കും എന്ന് പറഞ്ഞത്. അപ്പൊ 2 തരത്തിലുള്ള പരീക്ഷണമാണ്. അവർക്ക് എന്തോരം ക്ഷമയുണ്ടെന്നും ഇനി ഇവരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇവർ എത്രത്തോളം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുണ്ടെന്നും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണെന്നാണ് പറയണത്. അടുത്ത ആയത്തിൽ പറയുന്നത്, وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ. وَإِذْ فَرَقْنَا, നാം പിളർത്തിയ സന്ദർഭം, ബിക്കുമുൽ ബഹ്റ, സമുദ്രത്തെ നിങ്ങൾക്ക് മുൻപിൽ പിളർത്തി തന്നു, ഫഅൻജൈനാക്കും, അങ്ങനെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തി, വഅഗ്റഖ്നാ, നാം മുക്കിക്കളയുകയും ചെയ്തു, ആല ഫിർഔന്റെ ആളുകളെ, വഅൻതും തൻളുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ ഫിർഔനെ മുക്കിക്കൊന്നതും നിങ്ങൾ ഓർക്കാനാണ് അള്ളാഹു പറയണത്. ഈ മൂസാ നബി അലൈഹി സ്വലാമിനെയും ഹാറൂൻ നബീനെയും അള്ളാഹു ഇങ്ങോട്ട് വിടുന്നതിനാണ് ഫിർഔന്റെ അടുത്തേക്ക് ചെല്ലുക, എന്നിട്ട് ഫിർഔനെ
തൗഹീദിലേക്ക് ക്ഷണിക്കുന്നു പറഞ്ഞിട്ടാണ് വിടുന്നത്. ഫിരൗൻ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ? ഫിരൗൻ പറയണ ഞാനാണ് അന റബ്ബുക്കുമുൽ ആയില, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്, ഞാനാണ് അള്ളാഹെന്നും പറഞ്ഞിട്ടാണ് ഫിരൗൻ ഇരിക്കണേ. ആ സമയത്താണ് മൂസാ നബി വന്നിട്ട് ഫിരൗനെ ക്ഷണിക്കണത്. അപ്പൊ ഫിരൗൻ എന്താണ് മൂസാ നബീനെ കൊല്ലുംന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, ഈ മൂസാ നബി വന്ന സമയത്തും ഇവിടെ ഈ ഇസ്രായേലിയർക്ക് പീഡനങ്ങൾ തന്നെയാണ് കേട്ടോ. മൂസാ നബി പ്രബോധനം നടത്തുന്നുണ്ട്, ഫിരൗനെ ക്ഷണിക്കുന്നുണ്ട്. ആ പിന്നെ മൂസാ നബിയും ഫിരൗനും തമ്മിലുള്ള കണക്ഷനും ഒക്കെ ഇവർക്ക് അറിയാം അല്ലെ, അവിടുത്തെ ആൾക്കാർക്ക് അറിയാം. ആ സമയത്ത് ഈ ഇസ്രായേലിയർ പറയുന്നുണ്ട്, കുറച്ച് പേര് മൂസാ നബിയുടെ കൂടെ ഉള്ള അവര് പറയാണ്, മൂസ നീ വന്നിട്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല, നീ വരുന്നതിന് മുമ്പും അടി തന്നെ, വന്നതിന് ശേഷം അടി തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവര് തീരെ ക്ഷമയില്ലാത്തൊരു സമുദായമാണ്, അക്ഷമരായ സമുദായമാണെന്നാണ് വിശദീകരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ഫിരൗൻ കൊല്ലും എന്ന് പ്രഖ്യാപിക്കണം. ആ സമയത്ത് അള്ളാഹു വഹി നൽകി, മൂസ ഒരു കാര്യം ചെയ്യ്, ഇസ്രായേലിനെയും കൂട്ടിയിട്ട് നാട് വിട് എന്ന് അള്ളാഹുവിന്റെ വഹി കിട്ടണം. അങ്ങനെ രാത്രി മൂസാ നബി അലൈഹി സ്വലാം ഇസ്രായേലിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ജനതയിൽ നല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടെന്നാണ് പറയണത് കേട്ടോ. അവരെയും കൂടിയിട്ട് രാത്രി രക്ഷപ്പെടാണ്. അങ്ങനെ ഇവര് രക്ഷപ്പെട്ട ഇവരറിയുമ്പോൾ പിന്നാലെ ഫിരൗനും സംഘവും പിന്നാലെ വരികയാണ്. അങ്ങനെ അവസാനം ഇവർ ചെന്നെത്തണത് ചെങ്കടലിന്റെ മുമ്പിലാണ്. അപ്പോൾ ഇവര് കൂടെ ഉള്ളവർ പറഞ്ഞു, മൂസ പെട്ടു, ബാക്കിൽ ഫിരൗനുണ്ട്, നമ്മളിതേ ഫ്രണ്ടിൽ കടലാണ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, പെട്ടല്ലോ എന്ന് പറയാണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം വളരെ ക്ഷമയോടുകൂടി അപ്പോഴും പറയാണ്, പേടിക്കണ്ട, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ നമുക്ക് വഴി കാണിച്ചു തരും എന്ന് പറയാണ്. അങ്ങനെ അള്ളാഹു മൂസാ നബിക്ക് വഹി നൽകി, എന്താ കയ്യിലൊരു വടി ഉണ്ടല്ലോ മൂസാ നബിയുടെ, ആ വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞു, കടലിൽ അടിക്കാൻ പറഞ്ഞു. അപ്പോൾ കടല് മൂസാ നബിക്ക് അപ്പോൾ ഒന്നും അറിയില്ല, ഇത് അടിച്ചാൽ എന്ത് സംഭവിക്കുന്നു ഒന്നും അറിയില്ല. അള്ളാഹുവിന്റെ വഹി കിട്ടി, അതുപോലെ ചെയ്തു. അടിച്ച വഴിക്ക് കടല് രണ്ടായിട്ട് പിളർന്നു, അവർക്ക് അതിലേ പോകാനുള്ള ഒരു വഴി ഒരുങ്ങി. ആ വെള്ളം നീങ്ങി കഴിയുമ്പോൾ അടിയിൽ ചെളിയൊന്നുമില്ല, നല്ല ഉറച്ച പ്രതലം, ഇവർക്ക് വളരെ സുഖമായി ഇതിലൂടെ കടന്നു പോവാ. അങ്ങനെ ഇവര് കടന്നു കണ്ടപ്പോൾ ബാക്കിൽ ഫിരൗൻ വരുന്നുണ്ടല്ലോ, ഫിരൗനും സംഘവും വരുന്നുണ്ട്. അപ്പൊ അവരും ഇവർക്ക് പോവാമെങ്കിൽ പിന്നെ നമുക്കും പോവാലോ, ഇവരും പിന്നാലെ വരികയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജനതയുടെ അവസാനത്തെ ആള് വരെ കടല് കടന്നു രക്ഷപ്പെട്ടു കഴിഞ്ഞ ആ ടൈമിൽ എന്താ ഫിരൗന്റെ ഇപ്പുറത്ത് ഫിരൗന്റെ സംഘത്തിലുള്ള അവസാനത്തെ ആളും കടലിലോട്ട് കടന്നു. അങ്ങനെ കടന്ന സമയത്ത് അള്ളാഹു ഈ രണ്ട് കടലിനെ തമ്മിൽ വേർപിരിച്ച സംഭവത്തിന് ഒന്നിപ്പിക്കുകയാണ്. അങ്ങനെ ഇവര് മുങ്ങി മരിക്കുകയാണ്. ആ മരിക്കണ ആ സമയത്ത് ഫിരൗൻ മരണം നേരിൽ കാണുന്ന ആ സമയത്ത് പറയും, മൂസായുടെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചു എന്ന് പറയും. അപ്പൊ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അൽ ആന, ഇപ്പോഴാണോ നിനക്ക് വിശ്വസിക്കാൻ സമയമായത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത്, ആ മരണം തൊണ്ടക്കുഴിയിൽ എത്തണ ആ ഒരു ടൈം വരെ നമുക്ക് അള്ളാഹു സമയം തന്നിട്ടുണ്ട് പശ്ചാത്തപിക്കാനും അള്ളാഹുൽ വിശ്വസിക്കാനും ഒക്കെ. ആ മരണം നേരിൽ കാണുന്ന ഒരു സമയത്ത് നമ്മളെല്ലാവരും പറഞ്ഞു പോവുമായിരിക്കും വേണമെങ്കിൽ, പക്ഷെ ആ ഒരു സമയത്തെ പശ്ചാത്താപം കൊണ്ടോ വിശ്വാസം കൊണ്ടോ കാര്യമില്ല. അങ്ങനെ ഫിരൗൻ അവിടെ മുങ്ങി മരിക്കുകയാണ്. അപ്പൊ അതാണിപ്പോൾ ഈ രണ്ടായത്തുകൊണ്ട് പറയണത്. അങ്ങനെ നിങ്ങളെ രക്ഷപ്പെടുത്തി ഫിരൗനെ മുക്കിക്കൊന്നു. ഇതൊക്കെ നേരിൽ കണ്ട ഒരു സമുദായമാണ് കേട്ടോ ഇസ്രായേലിയര്. അവര് നോക്കി നിൽക്കുകയാണ് ഇവര് മുങ്ങി മരിക്കണത്. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ നന്ദികേടുകളൊക്കെ നമുക്ക് കാണാം. മുന്നോട്ട് പോകുമ്പോൾ ഇവര് ഒരു സ്ഥലത്തെത്തിപ്പോൾ ഇവരെവിടേക്കാണ് പോണേന്ന് അറിയോ? ആദ്യം ഇവര് പോണത് ഫലസ്തീനിലോട്ടാണ്. ബൈത്തുൽ മുഖദ്ദിസ് ആണ് അള്ളാഹു ഇവർക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഫലസ്തീനിലോട്ട് പോണ വഴിയിൽ ഇവരിങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തി. അവിടെ കുറേ ആളുകൾ ബിംബങ്ങളെ ആരാധിക്കണുണ്ട്, നല്ല ഭംഗിയുള്ള വിഗ്രഹങ്ങൾ ആരാധിക്കണം കണ്ടപ്പോൾ ഈ രക്ഷപ്പെടുത്തിയതും ഇതുവരെ മൂസാ നബി ഉപദേശിച്ചതൊക്കെ മറന്നുട്ടോ. ഏകദൈവ വിശ്വാസമാണ്, അള്ളാഹുവിനെ അല്ലാണ്ട് ആരാധിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഒക്കെ കൊണ്ടുവന്ന് ആളുകൾ മൂസാ നബീനോട് പറയാ, ഓ മൂസ, എന്ത് ഭംഗിയുള്ള വിഗ്രഹമാണ്, ഞങ്ങൾക്ക് ഒരെണ്ണം ഉണ്ടാക്കി തരുമോ? ഒരെണ്ണം മതി, കുറേ ഒന്നും വേണ്ട, ഒരു വിഗ്രഹം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മൂസാ നബി പറയാ, നിങ്ങൾ വിഡ്ഢികളായ ജനത തന്നെയാണ് കേട്ടാ എന്ന് പറയാണ്. അത് കഴിഞ്ഞ് പിന്നെയും തുടർന്ന് പോവുകയാണ്. അങ്ങനെ മൂസാ നബി അടുത്ത ആയത്തിൽ പറയണം എന്താ വെച്ചാല്, وَإِذْ وَعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ. നാം കരാർ നിശ്ചയം നടത്തിയ സന്ദർഭം മൂസാ അലൈഹി സ്വലാമിനോട് അള്ളാഹു പറയാണ്, 40 ദിവസം ഭജനം ഇരുന്നു കൊണ്ട് എൻ്റെ അവിടെ സീനാ പർവ്വതത്തിലോട്ട് വരാൻ പറയാണ്. എന്തിനാണ്? ഇവർക്ക് വേദഗ്രന്ഥം കൊടുക്കാനായിട്ട്, ഇവർക്കുള്ള വേദഗ്രന്ഥം കൊടുക്കാനായിട്ട് ചെല്ലാൻ പറയാണ്. അതിനെ കുറിച്ചിട്ടാണ് ഈ പറയണത് കേട്ടോ.
ആദ്യം 30 ദിവസം എന്നാണ് അള്ളാഹു പറഞ്ഞത്. ആദ്യം 30ഉം പിന്നീട് 10ഉം കൂടി ആകെ 40 ദിവസം. അപ്പൊ ഇതിൽ പറയപ്പെടണമെന്ന് വെച്ചാൽ 30 ദിവസം എന്ന് പറഞ്ഞിട്ട് മൂസാ നബിക്ക് തിരക്കായിട്ട് മൂസാ നബി വേഗം ചെല്ലാണ്. അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ്, എന്തിനാണ് നീ നിന്റെ ജനതയെ വിട്ടിട്ട് വേഗം വന്നേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണ് വേഗം ചെന്നത്. സീനാ മലയിൽ ചെന്നിട്ട് അവിടെ ഭജനം ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ, വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാനൊക്കെയാണ് അള്ളാഹു പറഞ്ഞത്. അങ്ങനെ ചെന്നു. അപ്പൊ അള്ളാഹു പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് പോന്നപ്പോഴത്തേനും നിന്റെ ജനത അവിടെ അക്രമം പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൂസാ നബി ഇവിടെ നിന്ന് പോയപ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. 40 ദിവസത്തിനാണ് പോയിട്ടുള്ളൂ കേട്ടാ. ആ അത്രയും ഒരു ടൈമിന്റെ ഇടയിൽ ഇവരെന്ത് ചെയ്തു, ഇവരവിടെ നിന്ന് പോന്നപ്പോൾ ഇവരുടെയിലുള്ള ആഭരണങ്ങളെല്ലാം അവരുടെ നേതാക്കന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഗോൾഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെ കൂട്ടത്തിലുണ്ടായിരുന്ന സാമിരി എന്ന് പറഞ്ഞ ഒരാള് ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് ഉരുക്കിയിട്ട് ഒരു പശുവിന്റെ രൂപം ഉണ്ടാക്കാണ്, പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, മൂസ അന്വേഷിച്ചു പോയ ഇലാഹദ ഇതാണെന്നും പറഞ്ഞിട്ടാണ് ഈ പശുവിനെ കാണിച്ചു കൊടുക്കണത്. പശുവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് എവിടേക്കോ ഹോൾ ഇട്ടിട്ട് നല്ല എന്താണ് കൊല്ലപ്പണിക്കാരനായിരുന്നു സാമരി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആളുടെ ഈ കരവിരുത് കൊണ്ട് ഈ പശുവിന്റെ ഉള്ളിൽ കൂടെ കാറ്റ്, എയർ കടന്നു പോകുമ്പോൾ അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കും, പശു കരയണമായിട്ട് ശബ്ദം ഉണ്ടാക്കും. അപ്പൊ ഇവരിത് കണ്ടപ്പോൾ വിശ്വസിച്ചു, ഇത് തന്നെയാണ് റബ്ബ് എന്ന് വിശ്വസിച്ചു. അപ്പൊ ഇതിനെ ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ ഹാറൂൻ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിനെ കൊണ്ട് പറ്റാവുന്ന പരമാവധി പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് അക്രമമൊന്നും കാണിക്കരുത്, ഇത് മൂസാ നബി വരട്ടെ, ഇതൊന്നല്ല ദൈവം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവർ ഈജിപ്തിൽ അവിടെ വിഗ്രഹാരാധന കണ്ട് ശീലമുള്ള ആൾക്കാരാണ്. അപ്പൊ അവിടെ പശുവിനെ ആരാധിക്കേണ്ടത് അത് ഇവരെ മനസ്സിലുണ്ട്. അപ്പൊ അതിൽ നിന്നും അവർക്ക് ഈ ഒരു പശുവിനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഈ പശുക്കുട്ടീനെ ആരാധിക്കാൻ അവർക്ക് യാതൊരു മടിയില്ല. അതുവരെ അള്ളാഹു രക്ഷപ്പെടുത്തിയതോ ഈ കടലിൽ നിന്ന് ഇത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലത്തുനിന്ന് ഫിർഔന്റെ പീഡനങ്ങൾ അനുഭവിച്ചു കൊടുത്തുനിന്ന് അള്ളാഹു ഇവരെ രക്ഷപ്പെടുത്തിയ കാര്യമൊക്കെ ഇവർ മറന്നു. എന്നിട്ട് ഈ പശുവിനെ ആരാധിക്കാൻ ഇവര് റെഡിയാവാണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം തൗറാത്തും കിട്ടി വരുമ്പോ അപ്പൊ അവിടെ അള്ളാഹു ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇവര് കുഴപ്പത്തിലാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ കാണുന്നത് ഇവര് എന്താണ്, ഈ പശുക്കുട്ടീനെ ആരാധിക്കണാണ് കാണുന്നത്. ഈ കയ്യിലുള്ള വേദഗ്രന്ഥം എറിഞ്ഞു എന്നാണ് മൂസാ നബി അലൈഹി സ്വലാം ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും ഇത് എറിഞ്ഞിട്ട് വന്നിട്ട് ഹാറൂൻ നബിയുടെ താടിക്ക് പിടിക്കുകയാണ്. ഇതാണോ ഞാൻ നിന്നെ ഏൽപ്പിച്ചു പോയ ജനതയുടെ അവസ്ഥ എന്താണിതെന്ന് പറഞ്ഞിട്ട് പിടിക്കണം. അപ്പൊ ഹാറൂൻ നബി പറയുന്നുണ്ട്, ഈ 40 ദിവസത്തിനല്ലേ പോയത്, അപ്പോൾ താങ്കളും കൂടി വന്നിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാന്നുള്ള രീതിയിലാണ് ഒന്നും ചെയ്യാതെ എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ഇവരെ ഉപദേശിച്ചു എന്നൊക്കെ ഹാറൂൻ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്. അപ്പോൾ മൂസ അലൈഹി സ്വലാം വന്നിട്ട് പ്രധാനമായിട്ട് 3 കൂട്ടരോടാണ് ചോദിച്ചത്. ഈ ഇവരിലുള്ള പ്രധാനികളോടും ഹാറൂൻ നബി അലൈഹി സ്വലാമിനോടും ലാസ്റ്റ് സാമിരിയോടും ചോദിക്കണം, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്. അപ്പോൾ സാമിരി പറഞ്ഞ എക്സ്പ്ലനേഷൻ ഇതാണ്. സാമിരി ഒരു സ്വപ്നം കണ്ടു, ഒരു പുണ്യപുരുഷനെ കണ്ടു എന്നാണ്, പ്രവാചകനെ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. പുണ്യപുരുഷനെ കണ്ടു, അങ്ങനെ ഞാൻ പിന്നാലെ പോയി, എന്നിട്ട് ആള് നടക്കണ കാൽപാദത്തിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് എടുത്തിട്ട് വന്നു. ആ മണ്ണ് ഈ പശുക്കുട്ടിയിൽ ഇട്ടപ്പോഴാണ് പശു ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങിയത് എന്നൊക്കെ അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞു. ആളുടെ ആളെന്തിനാണ് ഇത് ചെയ്തതെന്നൊക്കെ പറയാണ്. അവസാനം ഈ സാമിരിക്ക് കിട്ടിയ ശിക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരം മുഴുവൻ വ്രണം ബാധിച്ചിട്ട് ആരും എന്നെ തൊടല്ലേ, ലാമിസാസ് ലാമിസാസ് എന്ന് പറഞ്ഞിട്ട് എന്നെ ആരും തൊടല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അവസാന കാലം ഉണ്ടായിരുന്നെന്നാണ് പറയണത്. അങ്ങനെ ലാസ്റ്റ് ബനു ഇസ്രായേലിൽ അള്ളാഹുവിൻ്റെ അടുത്ത് പശ്ചാത്തപിക്കുകയാണ്. അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിച്ചു. അതാണ് അടുത്ത ആയത്തിൽ പറയണത്, ثم عفونا عنكم من بعد ذلك لعلكم تشكرون. പിന്നെ അതിനുശേഷം നാം നിങ്ങൾക്ക് മാപ്പ് ചെയ്തു, നിങ്ങൾ നന്ദി ചെയ്യുവാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് അടുത്ത ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാം ഇവരോട് പറയാണ്, മൂസാ നബിക്ക് വേദഗ്രന്ഥം കൊടുത്ത കഥയാണ് ഈ പറയണത്. വഇദ് ആതൈനാ മൂസൽ കിതാബ വൽ ഫുർഖാന ലഅല്ലകും തഹ്തദൂൻ. എന്തിനാണ് ഈ വേദഗ്രന്ഥം നൽകിയത്? മൂസാക്ക് നാം വേദഗ്രന്ഥവും വിവേചനവും നൽകിയ സന്ദർഭം ഓർക്കുക, നിങ്ങൾ സന്മാർഗം പ്രാപിക്കുവാൻ വേണ്ടി. ഈ ഇസ്രായേലിയർക്ക് സന്മാർഗം പ്രാപിക്കാൻ വേണ്ടി അള്ളാഹു കൊടുത്ത വേദഗ്രന്ഥമാണ് തൗറാത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹി സ്വലാം ഇവരോട് സംസാരിക്കുകയാണ്, ഞാൻ പോയപ്പോഴത്തേനും പശുക്കുട്ടീനൊക്കെ ഉണ്ടാക്കിയത് വളരെ അക്രമമാണ്, നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ അക്രമം കാണിച്ചത്, അതുകൊണ്ട് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവന് വേണ്ടിയിട്ട് നിങ്ങൾ മടങ്ങുവിൻ, അവനിലേക്ക് നിങ്ങൾ മടങ്ങണം. അതിനാൽ ഫഖ്തുലു അൻഫുസകും എന്നാണ് പറഞ്ഞേക്കണേ. ആയത്തൊന്ന് ഓതാട്ടാ. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഇന്നകും ളലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ല ഫതൂബു ഇലാ ബാരിഇകും
ഫതൂബൂ ഇലാ ബാരിഇകും ഫഖ്തുലൂ അൻഫുസകും ദാലികും ഖൈറുൻ ലകും ഇൻദ ബാരിഇകും ഫതാബ അലൈകും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്റെ ജനങ്ങളെ, നിശ്ചയമായും നിങ്ങൾ മൂരിക്കുട്ടിയെ ഉണ്ടാക്കിയത് കൊണ്ട് നിങ്ങളോട് തന്നെയാണ് അക്രമം പ്രവർത്തിച്ചത്. അതിനാൽ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുവിൻ. അത് നിങ്ങളുടെ സ്രഷ്ടാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഗുണകരമാകുന്നു. എന്നിട്ട് അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു. നിശ്ചയമായും അവൻ തന്നെയാണ് ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായുള്ളവൻ. അപ്പൊ ഇവിടെ പറയണത് എന്താ വെച്ചാല്, എന്തായാലും ഇവര് ഈ അള്ളാഹു ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു, കണ്ണുകൊണ്ട് നേരിട്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടു വന്നിട്ട് ചെയ്ത അക്രമമാണ് പശുക്കുട്ടീനെ ഉണ്ടാക്കിയത്. അപ്പൊ അതെന്തായാലും ശരിയല്ല, നിങ്ങൾ ഏറ്റവും വലിയ അക്രമമാണ് ചെയ്തത്. അപ്പൊ അതിന് പ്രായശ്ചിത്തമായിട്ട് എന്താ, നിങ്ങൾ അള്ളാഹുവിലേക്ക്, നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനിലേക്ക് മടങ്ങുക. ഭാര്യ എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു പേരാണ്, മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നിങ്ങളെ സൃഷ്ടിച്ചവനിലേക്ക് നിങ്ങൾ മടങ്ങുക. അങ്ങനെയാണ് പറയുന്നത്. ഫഖ്തുലൂ അൻഫുസകും എന്നാണ്, അത് നിങ്ങളെ തന്നെ നിങ്ങൾ കൊല്ലുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് രണ്ടഭിപ്രായമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ, നിങ്ങളുടെ 12 ഗോത്രങ്ങളാണല്ലോ ഇസ്രായേലിൻ. യാക്കൂബ് നബിക്ക് 12 മക്കളാണ്. അപ്പൊ 12 ഗോത്രങ്ങളുണ്ട്. ഓരോ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരും ഈ തെറ്റ് ചെയ്ത, ഈ പശുക്കുട്ടീനെ ആരാധിക്കാൻ പോയ ആളുകളെ കൊല്ലാൻ, അങ്ങനെയാണ് ഇവർ തീരുമാനിക്കണം. ഓരോ ഗോത്രത്തിൽപ്പെട്ട ആളുകളും അവരവരുടെ ഗോത്രത്തിൽ, മറ്റേ ഗോത്രത്തിൽ കയറി കൊല്ലുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവണേ. അപ്പോൾ ഓരോ ഗോത്രത്തിൽപ്പെട്ടവരും അവരവരുടെ ഗോത്രത്തിൽ എന്താ, പശുവിനെ ആരാധിച്ചവരെ കൊല്ലാനാണ് ഒരു അഭിപ്രായം പറയണത്. അങ്ങനെ നിങ്ങൾ ഇതിന് അള്ളാഹുവിനോടും പശ്ചാത്തപിക്കാൻ. അപ്പൊ വേറൊരു അഭിപ്രായം പറയണത് എന്താണ്, കൊല്ലാനും പറഞ്ഞിരിക്കണമല്ല, നിങ്ങളുടെ ശരീര ഇച്ഛകളെ നിങ്ങൾ അടക്കി നിർത്തണം, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണേന്നാണ്. അള്ളാഹു ഏറ്റവും കൂടുതൽ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണാനിധിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാണ്, വഇദ് ഖുൽതും യാ മൂസാ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റതൻ ഫഅഖദത്കുമുസ് സ്വാഇഖതു വഅൻതും തൻളുറൂൻ. അപ്പൊ ഇവര് അത് കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഇവരിൽ നിന്നും ഒരു 70 പേരെ സെലക്ട് ചെയ്യാണ്. അള്ളാഹുവിന്റെ അടുത്ത് പോയിട്ട് എന്താണ്, പ്രായശ്ചിത്തത്തിന് വേണ്ടിയിട്ട് സീനാ മലയിലേക്ക് പോകാനായിട്ട് ഇതിൽ നിന്നും 70 പേരെ തെരഞ്ഞെടുത്ത് മൂസാ നബി അലൈഹിസ്സലാം അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്ന സമയത്ത് ഈ 70 പേരാണ് പറഞ്ഞതെന്നാണ് ഒരു അഭിപ്രായം. ഇവർ പറയാണ്, എന്താ, ഞങ്ങള് അള്ളാഹുവിനെ നേരിട്ട് കാണാണ്ട് നീ പറയണമൊന്നും വിശ്വസിക്കൂല, വേദഗ്രന്ഥം കിട്ടിയിട്ടുണ്ട്, നീ അള്ളാഹിനോട് സംസാരിച്ചെന്നൊക്കെ പറയണ്ടെങ്കിലും ഞങ്ങൾ അള്ളാഹിനെ നേരിട്ട് കാണാണ്ട്, അതാണ് പറഞ്ഞത്, ലന്നുമിന ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ലക്ക നിന്നിൽ, മൂസാ നബി അലൈഹി ഇസ്ലാമിൽ ഞങ്ങൾ വിശ്വസിക്കില്ല, ഹത്താ നറല്ലാ ഞങ്ങളുടെ കണ്ണുകൊണ്ട്, ജഹറത്ത് എന്ന് വെച്ചാൽ പ്രത്യക്ഷമായി, ഞങ്ങളുടെ കണ്ണുകൊണ്ട് പ്രത്യക്ഷമായിട്ട് അള്ളാഹുവിനെ കാണാണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്നാണ്. എന്നിട്ട് ഇവർ പറയണ കേട്ടോ, അള്ളാഹു പുറത്തു കൊടുത്ത് ഇത്ര അക്രമൊക്കെ ചെയ്തിട്ട് പിന്നെയും ഇവർ പറയണ ഇതാണ്, ഞങ്ങൾ അള്ളാഹിനെ നേരിൽ കാണാണ്ട് വിശ്വസിക്കൂല എന്നും. അങ്ങനെ പറഞ്ഞ സമയത്ത് ഉണ്ടായത് എന്താണ്, അഖദത്കുമുസ് സ്വാഇഖതു, വലിയൊരു ശബ്ദം, ഇടിത്തി വരികയാണ്. അങ്ങനെ അവര് നോക്കിക്കൊണ്ടിരിക്കുക, ഒരു ഇടിത്തി വരികയാണ്. അങ്ങനെ ഇവരവിടെ മരിച്ചു പോവാണ്. അപ്പൊ അടുത്ത ആയത്തിൽ പറഞ്ഞതാണ്, സുമ്മ ബഅസ്നാക്കും, ഈ മരിച്ചതിന് ശേഷം അള്ളാഹു പിന്നെയും അവരെ ജീവിപ്പിക്കുകയാണ്. അള്ളാഹു പിന്നെ അവർക്ക് പുറത്തു കൊടുത്തിട്ട് അവരെ പിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. സുമ്മ ബഅസ്നാഹും, പിന്നെ നാം അവരെ എഴുന്നേൽപ്പിച്ചു, മിൻ ബഅദി മൗത്തിക്കും, അവരുടെ മരണത്തിന് ശേഷം അവരെ എഴുന്നേൽപ്പിച്ചു, ലഅല്ലക്കും തഷ്കുറൂൻ, അവർ നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി, അവർ ഇനിയെങ്കിലും നന്ദി കാണിക്കട്ടെ എന്ന് ഓർത്തിട്ട് അള്ളാഹു അവരെ മരണത്തിന് ശേഷം വീണ്ടും എഴുന്നേൽപ്പിക്കുകയാണ്. അതാണ് ഈ ആയത്തിൽ പറഞ്ഞൊരു ആയത്തും കൂടി ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പൊ ഇതിൽ പറയണത് രണ്ടഭിപ്രായമുണ്ട്. ചിലവർ പറയണത് മരിച്ചിട്ടില്ല, ചിലവർ പറയണത് മരണതുല്യമായ ഒരു ബോധക്ഷയം ആണ് ഉണ്ടായേക്കണത്. അത് കഴിഞ്ഞ് പക്ഷെ ഇവിടെ കൃത്യമായിട്ട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ മൗത്തിക്കും എന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ അതിൽ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായം പറഞ്ഞേക്കണം. അവർ മരിച്ചു, പിന്നെ അള്ളാഹു അവരെ എഴുന്നേൽപ്പിച്ചു എന്ന് കൃത്യമായിട്ട് ഖുർആനിൽ പറയുന്നുണ്ട്. പിന്നെ അടുത്ത ആയത്ത് പറയണതെന്ന് വെച്ചാൽ, വളല്ലൽനാ അലൈക്കുമുൽ ഗമാമ വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വമാ ളലമൂനാ വലാകിൻ കാനൂ അൻഫുസകും യളിമൂൻ. അപ്പൊ ഇസ്രായേൽ സന്തതികളോട് പറയാണ്, നിങ്ങൾക്ക് ഞാൻ മേഘത്തെ തണലാക്കി തന്നു, നിങ്ങൾക്ക് മന്നായും സൽവായും ഇറക്കി തന്നു, ഭക്ഷണം കഴിക്കാനായിട്ട് ഇറക്കി തന്നു ആകാശത്ത് നിന്ന്, നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഇറക്കി കൊടുത്തത്. അവർ നമ്മോട് അക്രമം പ്രവർത്തിച്ചിട്ടില്ല.
മറിച്ച് അവർ തങ്ങളുടെ സ്വന്തത്തോട് തന്നെയാണ് അള്ളാഹ്ക്കൊന്നും പറ്റിയിട്ടില്ല, നിങ്ങൾ ഈ കാണിച്ചത് കൊണ്ട് എന്താണ്, നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ അക്രമം പ്രവർത്തിച്ചതെന്നാണ് അള്ളാഹു പറയണത് ഈ ആയത്തിൽ കേട്ടോ. അപ്പോൾ ഇവര് ഫിരൗന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടിട്ട് ചെങ്കടലൊക്കെ കടന്ന് പോണത് എവിടേക്കാണ്? ഫലസ്തീനിലോട്ടാണ്, ബൈത്തുൽ മുഖദ്ദസ് ആണ്. അതാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യപ്പെട്ട രാജ്യം ഇവർക്ക്. അപ്പൊ അവിടെ ചെന്നിട്ട് ആ രാജ്യത്തുള്ളവരെ ശത്രുക്കളെ പുറത്താക്കിയിട്ട് ഇവർക്ക് അവിടെ താമസിക്കാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അവിടെ ചെന്നപ്പോ ഇവര് പറഞ്ഞ എന്താണ്, അവരുള്ളതുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യാനൊന്നും വരില്ല, നീയും നിന്റെ ഇലാഹും പോയിട്ട് യുദ്ധം ചെയ്തിട്ടു, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, ഞങ്ങൾക്ക് പേടിയാണെന്നൊക്കെയാണ് ഇവര് പറഞ്ഞത്, ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് കടക്കാണ്ടിരുന്ന കാരണം അള്ളാഹു ഇവരെ 40 കൊല്ലത്തോളം ആ സീനാ താഴ്വരയിൽ ഇവരലഞ്ഞ് നടക്കേണ്ടി വന്നു. അത് സൂറത്ത് മാഇദയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ സമയത്ത് അള്ളാഹു ഇവർക്ക് നൽകിയ 2 അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഈ പറയണത്. എന്താണ്, ഈ മരുഭൂമിയിലാണ് ഇവർ നടക്കണേ, വേറെ ചെടികളോ മരങ്ങളൊന്നും ഇല്ല ഇവർക്ക് തണലായിട്ട് കിട്ടാനായിട്ട്. ആ സമയത്ത് അള്ളാഹു മേഘത്തിനെ ഇവർക്ക് തണലാക്കി കൊടുത്തു. അതാണ് പറഞ്ഞത്, വല്ലൽനാ അലൈക്കുമുൽ ഗമാമ, നിങ്ങൾക്ക് ഞാൻ മേഘത്തിനെ തണലാക്കി തന്നു. പിന്നെന്താ, ഭക്ഷണമൊന്നുമില്ല, അപ്പൊ ഭക്ഷണം അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കി കൊടുക്കണം, മന്നയും സൽവയും, അവർക്ക് ഒരു പണിയെടുക്കാണ്ട് കിട്ടണ ഭക്ഷണം. അതാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്. മന്ന എന്ന് പറഞ്ഞാൽ ഒരു തരം കട്ടിത്തേനാണെന്നാണ് പറയപ്പെടുന്നത്. അത് മഞ്ഞുതുള്ളി പോലെ കാലത്തെ സമയത്ത് അവർക്ക് കിട്ടും. മറ്റേ സൽവ എന്ന് പറയുന്നത് കാടപ്പക്ഷി, അല്ലെങ്കിൽ അതിനേലും ചെറിയ ഒരു ടൈപ്പ് ഓഫ് കിളി, അതിൽ നിന്നാണ് പക്ഷി. അത് രണ്ടുമാണ് ഇവർക്ക് നൽകിയ ഭക്ഷണം. ഒരു പണിയും എടുക്കണ്ട, കാലത്ത് പോയി ഇത് പറക്കി കഴിച്ചാൽ മതി. മറ്റേതും അതെ, കാടപ്പക്ഷിയും അങ്ങനെ. അത് അള്ളാഹു ഇവർക്ക് നൽകിയ എന്നാണ് അള്ളാഹു പറയണത്. ഇത് രണ്ടും അള്ളാഹു ഇഷ്ടം പോലെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അള്ളാഹു അവർക്ക് കൊടുത്തു. ഇത് വളരെ നല്ല സാധനമാണെന്നും മന്ന എന്ന് പറയുന്നത് വെളുത്ത മഞ്ഞ് പോലെ ഇരിക്കണ സാധനമാണെന്നും ഒക്കെയാണ് പറയണത് കേട്ടോ. അപ്പൊ ആ കൊടുത്ത അനുഗ്രഹത്തിനെയാണ് പറയുന്നത്, നിങ്ങൾ കുലൂമിൻ തൊയ്യിബാത്തി, ഇതിലെ വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ തിന്നോളാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് കൊടുത്തത്. പക്ഷെ എന്നിട്ടും ഇവര് അക്രമം കാണിക്കുകയാണ് ചെയ്തത്. അപ്പൊ അള്ളാഹു പറയാണ്, നിങ്ങൾ ഈ അക്രമം കാണിക്കണത് എന്നോടല്ല, നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ അക്രമം കാണിക്കണേന്ന് പറഞ്ഞിട്ടാണ് ഈ പേജ് അവസാനിക്കണേ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്തത് നമുക്ക് അടുത്ത ഓഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.